എന്നല്ലേ ചോദിച്ചേ? കള്ളനൊന്നും അല്ല പാർവതി, ഇത് ഞാനാ. നീയായിരുന്നോ? ഈ വേഷത്തില് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ ചെക്കനാണെന്ന്. എന്റെ ജോലിക്ക് ഈ വേഷം വേണം. അതെന്താ ജോലി? ഫുഡ് ഡെലിവറി ഗേൾ. എന്നുവെച്ചാ ആൾക്കാര് ഓൺലൈനില് ഫുഡ് ഓർഡർ ചെയ്യും, ഞാനത് അവർക്ക് എത്തിച്ചു കൊടുക്കും. നീ എന്തിനാ ആഹാരം എത്തിച്ചു കൊടുക്കുന്നത്? ഇവിടെയുള്ളവരാരും വീട്ടിൽ വെച്ചുണ്ടാക്കാറില്ലേ? നിന്റെ നാട് പോലെയൊന്നും അല്ല ഈ ടൗണ്. ഇവിടെ ആർക്കും ഒന്നിനും സമയമില്ല. പണം സമ്പാദിക്കാനുള്ള ഓട്ടത്തിലല്ലേ എല്ലാരും. ഫുഡിന് വേണ്ടി അവരെ ആശ്രയിക്കുന്നത് എന്നെ പോലുള്ളവരെയാ. അവർ ഓർഡർ ചെയ്യുന്ന ആഹാരം ഞങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങി അവർക്ക് എത്തിച്ചു കൊടുക്കും. കമ്പനി ഞങ്ങൾക്ക് ശമ്പളം തരും. കമ്പനി തന്ന യൂണിഫോമാ ഇത്. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായില്ലേ? നീ ആഹാരം കഴിച്ചോ? വൈകുന്ന് നീ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ തന്നെ ഞാൻ ക്യാൻറ്റീനിൽ പോയി കഴിച്ചു. അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണോ അല്ലേ? എന്റെ ഫുഡ് വാങ്ങി വെച്ചിട്ടില്ലേ? എന്താണ് നിന്റെ മുഖത്തൊരു വിഷമം? ക്യാൻറ്റീനിൽ ഫുഡ് തീർന്നു പോയോ? ഇല്ല. പിന്നെ നിന്റെ ആഹാരം ഭാഗ്യലക്ഷ്മി ചേച്ചി എന്റെ കയ്യിൽ തന്നതാ, പക്ഷെ താഴെ വീണുപോയി. ഓ, അതിനാണോ നിനക്ക് ഇത്ര വിഷമം? സാരമില്ല, അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ. എന്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട്, ഞാൻ അത് കഴിച്ചോളാം. ഇവരെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നെ? ഉടക്കാനുള്ള പുറപ്പാടാണോ? ഏയ് അല്ല, നാട്ടുകാർക്ക് മുഴുവൻ ആഹാരം കൊണ്ട് കൊടുക്കുന്നവളല്ലേ നീ. അവര് വന്നത് നിനക്ക് ആഹാരം കൊണ്ട് തരാനാ. അവിടെ വന്നാലും എങ്ങനെയാ? കേറി വാ. കൊണ്ട് കൊടുക്ക്. എനിക്കല്ല, മീരയുടെ കയ്യിൽ കൊടുക്ക്. ഞങ്ങളെ തോൽപ്പിച്ചു എന്നൊരു അഹങ്കാരം ഉണ്ടാവും നിന്റെ മനസ്സിൽ. നീ അധികകാലം ഈ ഹോസ്റ്റലിൽ ഉണ്ടാവില്ല. നിന്നെ നിന്റെ പട്ടിക്കാട്ടിലേക്ക് തന്നെ ഞാൻ കെട്ടുകെട്ടിച്ചിരിക്കും. കാണാം കാണാം, കാണിച്ചു തന്നിരിക്കും. ആയിക്കോട്ടെ, തൽക്കാലം പോ. പാടി. പാർവതി, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ ആഹാരം എത്തിയിരിക്കണം. ഋതിക, ഇവൾ ആവശ്യപ്പെടുന്ന ഫുഡ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കൊടുത്തേക്ക്. മുക്തി ഋതികയും ഡയാനയും എപ്പോഴും ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിലൊന്നും തലയിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ജോലി കഴിഞ്ഞ ഉടനെ ഞാൻ ഹോസ്റ്റലിലേക്ക് ഓടി വരുന്നത്. എല്ലാരും വരുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ച് മുറിയിൽ കയറിയാ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ ഇനി എനിക്കങ്ങനെ പറ്റില്ല. കൂടുതൽ സമയം ജോലി ചെയ്തേ പറ്റൂ. മീരെ കാണുമ്പോ ഒരുപാട് പഠിച്ച കുട്ടിയെ പോലെയാ തോന്നുന്നത്. ആൾക്കാർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുന്നത് ചെറിയ ജോലിയല്ലേ? ഒരുപാട് പഠിച്ചവർക്ക് വലിയ ജോലി കിട്ടില്ലേ? ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിക്ക് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റാ. അസുഖം തുടങ്ങിയിട്ട് കുറെ കൊല്ലമായി. മെഡിസിന് തന്നെ ഒരുപാട് പൈസ വേണം. ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിരുന്നു എന്റെ അച്ഛൻ. അസുഖം കാരണം ആ ജോലി വിടേണ്ടി വന്നു. ഒരു വരുമാനവും ഇല്ല. പറഞ്ഞ പാർവതി വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പട്ടിണി കിടന്നിട്ടുണ്ട് ഞാൻ ദിവസങ്ങളോളം. അപ്പോഴാ ഞാൻ ജോലി അന്വേഷിക്കാൻ തുടങ്ങിയത്. 1-2 ജോലി കിട്ടി, പക്ഷെ ചെറിയ ശമ്പളോ. അച്ഛന് മരുന്ന്, വീട്ടു ചെലവ്, അതൊന്നും കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോഴാ ജോലി അന്വേഷിച്ച് ഞാൻ ഇവിടെ വന്നത്. ഈ ജോലിയെ കിട്ടിയുള്ളൂ. എന്നാലും കാര്യങ്ങളൊക്കെ ഒരുവിധം സ്മൂത്തായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ്റെ അസുഖം കൂടിയപ്പോ ഡോക്ടർ കൂടുതൽ മെഡിസിൻസ് എഴുതി. എല്ലാം വില കൂടിയ മെഡിസിൻസാ. കൂടുതൽ കാശുണ്ടാക്കണമെങ്കിൽ കൂടുതൽ ജോലി ചെയ്യണ്ടേ? അതുകൊണ്ടാ ഞാനിപ്പോ വരാൻ വൈകുന്നത്. മരുന്നുകൊണ്ടൊന്നും അച്ഛൻ്റെ അസുഖം ഭേദമാവില്ലെന്നാ ഡോക്ടർ പറയുന്നത്. സർജറി വേണം. സർജറി ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കാനാ? ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല.
മുഴുവൻ സമയവും ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ കൃഷ്ണൻ പോലുമില്ല എന്നെ സഹായിക്കാൻ. നിന്റെ ഉള്ളില് ഇത്രയധികം സങ്കടങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒക്കെ ശരിയാവും. നിന്റെ കൃഷ്ണൻ നിന്നെ കൈവിടുകയൊന്നുമില്ല. ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. വിശന്നു വന്നതല്ലേ, കഴിക്ക്.